ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു നിമിഷം കൂടിയാണിത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു GCC രാഷ്ട്രത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ സി ദാവൂദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദശാബ്ദത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു ആക്രമണം. നമ്മുടെ കൂടെ ദോഹയിൽ നിന്ന് അബ്ബാസ് കൂടി ചേരുകയാണ്. ഞാൻ നേരത്തെ ചോദിച്ചത് ഈ ആക്രമണം നടന്ന പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഹമാസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ആസ്ഥാനം ഈ മേഖലയിലുണ്ടോ? അതല്ല ഹമാസിൻ്റെ മുതിർന്ന നേതാക്കൾ ഖലീൽ ഹയ്യെ പോലെയുള്ള, ഖാലിദ് മിഷലിനെ പോലെയുള്ള ആളുകൾ താമസിക്കുന്ന വീട് അത് ഉൾപ്പെടുന്ന പ്രദേശമാണോ? അതല്ല ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോഴാണ് ഈ ആക്രമണം എന്നാണ് ഹമാസ് വിശദീകരിക്കുന്നത്. ആ തരത്തിലുള്ള ഏതെങ്കിലും കൂടിച്ചേരലുകൾ നടക്കുന്ന ഇടമാണോ ഇത്? എന്താണ് ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഖത്തറിൻ്റെ പ്രതികളിൽ നിന്ന് എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇത് ദോഹയിലെ അൽദഫ്ന ഏരിയയിലാണ്. ഈ അൽദഫ്ന ഏരിയ എന്ന് പറയുന്നത് ദോഹയിലെ മറ്റു രാജ്യങ്ങളുടെ വിദേശ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന, അത്തരത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അവിടെയാണ് ഇവിടെ ഏതൊക്കെ ഡിപ്ലോമാറ്റിക് ലീഡേഴ്സിന്റെ താമസമുണ്ട് എന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും പ്രധാനമായിട്ടും പല രാജ്യങ്ങളിൽ നിന്നുള്ള ഡിപ്ലോമാറ്റിക് ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഒരു ഏരിയയാണിത്. ആ ഏരിയക്ക് അടുത്താണ് ഇന്ന് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. കൃത്യമായിട്ട് സ്പോട്ട് നമ്മൾ ഇതുവരെ ഖത്തർ പുറത്തുവിട്ടില്ല. എങ്കിൽ പോലും ഒരു ഡിപ്ലോമാറ്റിക് ഏരിയയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. അതോടുകൂടെ ചേർത്ത് വായിക്കേണ്ട കാര്യം, ഇന്ന് അമേരിക്ക അവരുടെ ഓഫീസ്, അവരുടെ സുരക്ഷ, അവരുടെ പൗരന്മാർക്ക് ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വളരെ ആ ഒരു ഏരിയയിൽ ഒരു ചെറിയൊരു പരിഭ്രാന്തി ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ സ്ഫോടനം നടന്ന സ്ഥലം നേരത്തെ സുഹൈൽ ചോദിച്ചതിന്റെ കൃത്യമായ ഉത്തരവാണ്. അൽദഫ്ന ഏരിയയിലെ ഡിപ്ലോമാറ്റിക് ഏരിയയാണ് ഇത് സ്ഫോടനം നടത്തിയിട്ടുള്ളത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു പൊതുജനങ്ങളുടെ താമസ സ്ഥലം ഉള്ളതല്ല. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിന്റെ ചുറ്റുഭാഗമൊക്കെ, എന്നാൽ വളരെ ഡെൻസിറ്റി പോപ്പുലേറ്റഡ് ഏരിയയാണ്. എങ്കിൽ പോലും ഇത്തരം ഓഫീസുകളും ഇത്തരം കാര്യാലയങ്ങളുമാണ് അവിടെ ഉള്ളത്. സുഹൈൽ, ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള ഒരു ഇടത്ത്, ഡിപ്ലോമാറ്റുകൾ താമസിക്കുന്ന ഇടത്ത് നടത്തിയിട്ടുള്ള ഒരു ആക്രമണം എന്ന രൂപത്തിൽ മാത്രമല്ല ഈ ഒരു ആക്രമണത്തിന്റെ ഒരു പ്രാധാന്യമെന്ന് പറയുന്നത് ഒരു GCC രാഷ്ട്രത്തിലേക്ക് ഇസ്രായേൽ കടന്നുകയറുന്നു അല്ലെങ്കിൽ ആക്രമണം നടത്തുന്നു. എല്ലാ അന്താരാഷ്ട്ര മര്യാദകളെയും പ്രധാനപ്പെട്ട കാര്യവും സുഹൈൽ അതാണ്. ദോഹയിൽ ആക്രമണം, ഖത്തറിൽ തന്നെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹമാസിന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണെങ്കിലും അത് ഏതു തരത്തിലായിരിക്കും പ്രതിഫലിക്കുക, ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ പ്രത്യാക്രമണം എന്നൊക്കെയുള്ളത് കാണേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ പലരും പ്രതികരിക്കുന്നത് പോലെ ഇത് എന്താകുമെന്നുള്ളത് ഇന്ന് രാത്രി കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എവിടെയൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട്, എത്ര പോയിന്റുകൾ ആക്രമിച്ചിട്ടുണ്ട്, എത്ര നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യത്തിൽ അറബ് രാജ്യങ്ങൾ എങ്ങനെയായിരിക്കും ഇതിൽ പ്രതികരിക്കുക, ലോകം എങ്ങനെ ഇതിനെ നോക്കിക്കാണും എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഖത്തറിനെയാണ് ആക്രമിച്ചിരിക്കുന്നത് ഇസ്രായേൽ.